മഴ തോരും മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തന്നെ കാണാനെത്തിയ അനന്യയെ മനു ഡൈനിങ് ഹാളിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ആണുങ്ങളെ ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറണ്ട, ഒന്നാമതേ അലമ്പ എന്ന് മനു പറയുമ്പോഴേക്കും ഞങ്ങളൊക്കെ എന്ത് ഡീസന്റാ മനു, അകത്തായാലും പുറത്തായാലും ഞങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കും എന്നവൾ പറയുമ്പോഴേക്കും നിനക്കങ്ങനെയല്ലേ പറ്റത്തുള്ളൂ, കാണാൻ കൊള്ളാവുന്നത് മുഖം മാത്രമല്ലേ ഉള്ളൂ എന്ന് മനു. ഞങ്ങളൊക്കെ നല്ല 6 പാക്ക് മസിൽ കുട്ടന്മാരാ എന്ന് മനു പറയുമ്പോഴേക്കും ഭയങ്കരം തന്നെ എന്ന് അവളും പറയുന്നുണ്ട്. മനു അവൾക്കൊരു മാസിക എടുത്ത് വായിക്കാൻ കൊടുത്തോണ്ട് അകത്തേക്ക് പോകുന്നുണ്ടേ. അപ്പോഴേക്കും അനന്യയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. താൻ ഇന്ന് ഓഫാണെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. പിന്നീട് അവൾ തന്റെ മമ്മിയെ വിളിച്ചിട്ട് താൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവുമെന്നും ഇപ്പോ മനുവിന്റെ അടുത്താണെന്നും മനു തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഞങ്ങൾ ഒന്നിച്ചാ വരുന്നതെന്നും ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞ് അനന്യ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. അനന്യ അവിടെ ഇരുന്ന് മാസിക മറിച്ചു നോക്കുമ്പോഴേക്കും മനു റൂമിൽ പോവാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. അവൻ ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഫ്രണ്ട് മാത്തിനെ വിളിച്ചുണർത്തി താൻ പോവാണെന്ന് പറയുന്നുണ്ട്. അവൻ ഉറക്കത്തിൽ നുണർന്ന് ഞാൻ ഒഴിഞ്ഞു തരാം, വേറെ റൂം എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. നീ ആരാ പിമ്പോ, നിന്റെ ഈ സ്വഭാവം കൊള്ളത്തില്ല കേട്ടോ എന്ന് മനു പറയുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും ഉറക്കം തന്നെ. മനു തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് മുടി ചീകി സ്പ്രേ എല്ലാം അടിച്ചോണ്ട് വീണ്ടും മാത്തിനെ വിളിച്ചുണർത്തി താൻ വീട്ടിൽ പോവാണെന്ന് പറയുന്നുണ്ട്. അവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റ് ഏതാടാ പെണ്ണെന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്റെ കസിൻ ആണെന്ന് മനു പറയുമ്പോഴേക്കും ഏത് കസിൻ എന്ന് അവനും. അത് നിനക്കറിയത്തില്ല, രാമപുരത്തെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിന്റെ എന്ന് മനു പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഏത് പെണ്ണാ നിന്റെ റിലേറ്റീവ് അല്ലാത്തത്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ കിടന്ന് വീണ്ടും ഉറങ്ങുന്നുണ്ട്. ഡൈനിങ് ഹാളിലിരിക്കുന്ന അനന്യയുടെ അരികിലേക്ക് മനു എത്തി താൻ റെഡിയെന്ന് പറയുമ്പോഴേക്കും ഇത്ര പെട്ടെന്നോ, ഇപ്പോഴല്ലേ നീ അങ്ങോട്ട് കയറിപ്പോയതെന്ന് അനന്യയും ചോദിക്കുന്നുണ്ട്. ഞാനേ സൗന്ദര്യ മത്സരത്തിനൊന്നും പോവില്ലല്ലോ, നിനക്കൊക്കെ പച്ചമുളക് വാങ്ങാൻ പച്ചക്കറി കടയിൽ പോണേ തന്നെ 1.5 മണിക്കൂർ ഒരുങ്ങണ്ടേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും വേണ്ട അത്രയ്ക്ക് അങ്ങോട്ട് കയറ്റി പറയണ്ട, സത്യം പറ നീ പല്ലു തേച്ചോ കുളിച്ചോ, അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റിലെങ്കിലും എന്നവൾ ചോദിക്കുമ്പോഴേക്കും പൊടി, ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞു വന്ന് കുളിച്ച് പല്ല് തേച്ച് കെറ്റിലിൽ കട്ടൻ ചായയും തിളപ്പിച്ച് കുടിച്ചിട്ടാ കിടന്നെ, നിന്റെ അത്രയും വൃത്തികെട്ടതൊന്നും അല്ല ഞാൻ എന്ന് മനു പറയുമ്പോഴേക്കും എന്ന് വെച്ചാ ഞാൻ വൃത്തികെട്ടതാണെന്നാണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പണ്ടേ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവളുടെ മുടിയൊക്കെ പിടിച്ച് മണത്തു നോക്കിക്കൊണ്ട് ഇത് ഷാമ്പു വാഷ് ചെയ്തിട്ട് എത്ര നാളായി, പേനില്ലേ നിന്റെ തലയില്, താരനില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ തലയിൽ പേനില്ലാഞ്ഞിട്ടെ ഞാൻ ദീപ്തിയുടെ കയ്യിൽ നിന്ന് ഒരു പെന്നിനെ കടം വാങ്ങിച്ച് എന്റെ തലയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നവൾ പറയണ കേട്ട് എന്തിനാണെന്ന് മനുവും ചോദിക്കുന്നുണ്ട്. പേൻ കടിച്ചിട്ട് വല്ലപ്പോഴും തല ചൊറിയണ്ടേ, അതൊക്കെയല്ലേ ഒരു സുഖം എന്നവൾ ചോദിക്കണ കേട്ട് മനു കൈ കൂപ്പിക്കൊണ്ട് നമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളും കൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ടേ. പിന്നീട് അവർ രണ്ടുപേരും കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. വിശക്കുന്നെന്നും താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്നും അവൾ പറയുമ്പോഴേക്കും താനും കഴിച്ചിട്ടില്ലെന്നും മനുവും. നിനക്ക് വിശപ്പൊന്നുമില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും വേണമെങ്കിൽ വിശക്കാം, ഏതേലും ഹോട്ടലിൽ കയറണമെന്ന് മനു ചോദിക്കുന്നുണ്ടേ. ഹോട്ടലൊന്നും വേണ്ട, പാർസൽ വാങ്ങിച്ചാൽ മതി, നമുക്ക് കാറിനകത്തിരുന്ന് കഴിച്ചൂടെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും അത് ബോറല്ലേ, കാറിനകത്ത് കറിയൊക്കെ വീഴില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട്. കറിയും കുറിയുമൊന്നും വേണ്ട, ബർഗറോ മീറ്റ് പപ്സോ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും മതി എന്നവൾ പറയുമ്പോഴേക്കും ശരി നോക്കാമെന്ന് മനു സമ്മതിക്കുന്നുണ്ടേ. പിന്നീട് ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ കാർ നിർത്തിയ മനു ഫുഡ് പാർസൽ വാങ്ങിച്ചോണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. അവളത് വാങ്ങിച്ചു നോക്കിക്കൊണ്ട് സമാധാനമായി ഇനിയിപ്പോ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോണ വഴിക്ക് നല്ല തണലും പാർക്കിംഗ് സ്പേസുമുള്ള സ്ഥലത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മനു കാർ എടുക്കുന്നുണ്ടേ. പിന്നീട് നല്ലൊരു സ്പേസ് കണ്ട് മനു കാർ നിർത്തി അനു നമുക്കിവിടെ ഇരുന്ന് കഴിച്ചാലോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അനന്യയും പറയുന്നുണ്ട് ഇതാണ് കെമിസ്ട്രി, താൻ പറയാൻ തുടങ്ങുമായിരുന്നു എന്ന്. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ബോട്ടിലെ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകി കാറിനകത്തു കയറി മനു വാങ്ങിച്ച ബർഗർ കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനു മനുവിനോടായി ചോദിക്കുന്നുണ്ട്, മനു നിന്റെ പുതിയ ജോബ് എങ്ങനെയുണ്ട്, പുതിയ സ്ഥലത്ത് കംഫർട്ടബിൾ ആണോ എന്ന്. ഏത് നരകത്തി കൊണ്ടിട്ടാലും താൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് മനു പറയുമ്പോഴേക്കും നമ്മുടെ ടീമും ടീം ലീഡറും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അനന്യ ചോദിക്കുന്നുണ്ട്. നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് പുതിയ കമ്പനി ഇഷ്ടപ്പെട്ടെന്നും പക്ഷേ ബാംഗ്ലൂരിൽ കുറച്ച് കൂടുതൽ സാലറി കിട്ടുമായിരുന്നെന്നും പക്ഷേ അവിടെ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നെന്നും മനു പറയുന്നുണ്ട്. ഒരു കാര്യം നീ ഓർത്തോ, എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടാ, അല്ലെങ്കിൽ നിനക്ക് ആ ജോലി കിട്ടില്ല കേട്ടോ, നീ അതിന്റെ ട്രീറ്റ് തന്നില്ലെന്ന് അവൾ പറയുന്നുണ്ട്. തന്നേക്കാമെന്നും അവളെ ഒരു മാളിൽ കയറ്റി വയറ് ഫുള്ളാക്കി കൊടുക്കാമെന്നും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാനും മനു പറയുമ്പോഴേക്കും
മനു കഴിച്ചുകൊണ്ടിരിക്കുന്ന ബർഗറിൽ നിന്ന് കുറച്ച് നുള്ളി എടുത്തുകൊണ്ട് അവളും കഴിച്ചു നോക്കുന്നുണ്ട്. ഇത് സെയിം ആണോ എന്ന് പറഞ്ഞ് മനുവും അവളുടെ ബർഗറിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് കഴിക്കുന്നുണ്ട്. മനുവിനോട് ഒരു ദിവസം അവൾ താമസിക്കുന്നിടത്ത് ചെല്ലാനും അവിടെ പ്രൊഹിബിഷൻ ഒന്നുമില്ലെന്നും അവൾ പറയുന്നുണ്ട്. അവളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, ഹാപ്പി അല്ലെന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ ഒരു മെക്കാനിക്കൽ ലൈഫാണെന്നും നമ്മുടെ കോളേജ് ലൈഫായിരുന്നു അടിപൊളിയെന്നും അവൾ പറയുന്നുണ്ട്. അല്ലേന്ന് മനുവിനോടായി ചോദിക്കുമ്പോഴേക്കും അത് ശരിയാ, അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഓർക്കുമ്പോഴേ ചങ്കിലൊരു വിഷമാ. ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വിധികളാ എന്ന് മനു പറയുമ്പോഴേക്കും എക്സാക്റ്റ്ലി എന്ന് പറഞ്ഞ് അനുവും അത് സമ്മതിക്കുന്നുണ്ടേ. അവൾക്ക് വീട്ടുകാരെ കല്യാണമൊന്നും ആലോചിക്കുന്നില്ലെന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഓരോന്ന് ചോദിച്ച ചില ഓർമ്മപ്പെടുത്തലുകൾ. പ്രായമായി, ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സമയം കഴിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങളും കേൾക്കാമെന്ന് അവളും പറയുന്നുണ്ട്. അതുകൊള്ളാം, അപ്പോൾ ആരും നിർബന്ധിക്കുന്നില്ല അല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും നമ്മളെ തമ്മിൽ കെട്ടിച്ചാലോ എന്ന് ഒരു ആലോചനയും ശബ്ദരൂപത്തിൽ കേട്ടു. തന്നോട് മമ്മി ഇഷ്ടമാണോന്ന് ചോദിച്ചെന്നും താൻ പ്രേമമൊന്നുമില്ലെന്ന് പറഞ്ഞെന്നും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞെന്നും അനന്യ പറയുന്നുണ്ട്. തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് മനുവും. കഴിച്ചു കഴിഞ്ഞ് കൈയെല്ലാം കഴുകിക്കൊണ്ട് കുറച്ചുനേരം ഡ്രൈവ് ചെയ്യുന്നു, നീ ഓടിക്കാറുള്ളതല്ലേന്ന് മനു അനന്യയോടായി ചോദിക്കുന്നുണ്ട്. തനിക്ക് ഡ്രൈവിംഗ് ക്രേസ് ആണെന്നും ഇപ്പൊ വേണ്ടെന്നും അനന്യ പറയുമ്പോഴേക്കും രണ്ടുപേരും കൂടി കാറിനകത്തേക്ക് കയറി യാത്ര തുടരുന്നുണ്ട്. പിന്നീട് അനന്യയുടെ വീടെത്തുമ്പോൾ മനു കാർ നിർത്തുന്നുണ്ട്. തന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോന്ന് അനന്യ പറയുമ്പോഴേക്കും നെക്സ്റ്റ് ടൈം എന്ന് മനു പറയുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങിയാൽ എന്താ എന്ന് അനു ചോദിക്കുമ്പോഴേക്കും നമ്മളെന്തായാലും ഫുഡ് കഴിച്ചല്ലോ, ഇനിയിപ്പോ നിന്റെ വീട്ടിൽ നിന്ന് എന്ത് തന്നാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല, വയറ് ഫുള്ളാണെന്ന് മനു പറയുമ്പോഴേക്കും നീ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് അനുവും. നല്ല നാടൻ കോഴിക്കറിയും കള്ളപ്പവും ബീഫ് ഫ്രൈയും ഒക്കെ കാണും, അതെല്ലാം അങ്ങ് വിളമ്പി വെച്ചിട്ട് റോസ്ലിൻ ആൻറ്റി കഴിക്കടാ മോനെ എന്ന് പറയും. എനിക്ക് വയ്യെന്ന് മനു പറയുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ കയറാൻ വയ്യ, അതാ ഓരോ കള്ളത്തരങ്ങള് എന്ന് അനന്യ പിണക്കത്തോടെ പറയുന്നുണ്ട്. എടി വരാന്ന് പറഞ്ഞില്ലേ, അടുത്ത തവണ കയറാം എന്ന് മനു പറയുമ്പോഴേക്കും അവൾ കാറിൽ നിന്നിറങ്ങി മനുവിനോട് ബൈ പറഞ്ഞു പോകുന്നുണ്ടേ. പിന്നീട് വീട്ടിലെത്തുന്ന രേവതിക്കുട്ടിയെയും ഗ്രേസമ്മയുമാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി ആ മൊബൈൽ സെർച്ച് ചെയ്തുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് തന്നെ. ഗ്രേസമ്മ വന്ന് തളർച്ചയോടെ സോഫയിലേക്ക് ഇരിക്കുമ്പോഴേക്കും വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കാനായി ജോസൂട്ടിയും അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. രേവതിക്കുട്ടി സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ട് തന്നെ ജോമോന്റെ മൊബൈൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രേസമ്മ അവൾ വിളിച്ചോണ്ട് ഡി നീ പോയി ഡ്രസ്സ് മാറിക്കൊണ്ട് വാന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടി മൊബൈലിൽ നിന്ന് എന്തോ കണ്ടുപിടിച്ച മട്ടിൽ ധൃതി പിടിച്ച് ഗ്രേസമ്മയുടെ അരികിൽ വന്നിരിക്കുമ്പോഴേക്കും നിന്നോട് ഡ്രസ്സ് മാറാനല്ലേ പറഞ്ഞതെന്ന് ഗ്രേസമ്മ വഴക്ക് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ കണ്ടുപിടിച്ച ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയുടെ അരികിലായി ഇരിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ഷെറിന്റെയും ജോമോന്റെയും ചാറ്റെല്ലാം അവൾ ഗ്രേസമ്മയ്ക്കായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേസമ്മ ആ ചാറ്റ് വാങ്ങി വായിക്കുന്നുണ്ട്. ഡാ നീ എവിടെയാ? വീട്ടിലുണ്ട്, റൂമിൽ. എനിക്ക് നിന്നെ കാണണം, വീഡിയോ കോളിൽ വാ, നേരിട്ട് കാണണം, അങ്ങോട്ട് വരട്ടെ. വാട്ട്സ് ദ പ്രോബ്ലം? ഞാൻ ടെസ്റ്റ് ചെയ്തു, 2 സ്പോട്ടും റെഡ് എന്ന് വെച്ചാ പോസിറ്റീവാ. ആർ യു ക്യാരിങ്? എനിക്ക് പേടിയാവുന്നു. ഡാ നിനക്ക് തോന്നിയതായിരിക്കും. അല്ലടാ ഞാൻ സത്യ പറയുന്നേ. ഗ്രേസമ്മ അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട് ചാറ്റ് നിർത്തി, അതായത് ജിജോ ചേട്ടൻ അപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തു പോയി. ഗ്രേസമ്മ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും മനസ്സിലായില്ലേ, ഷെറിൻ ചേച്ചി ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞല്ലോ പോസിറ്റീവാണെന്ന്. ജിജോ ഏട്ടനെ അപ്പോഴും സംശയം തീർന്നിട്ടില്ലായിരുന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്താന്ന് പറഞ്ഞാ ചാറ്റ് നിർത്തിയേക്കുന്നേ. ഹോസ്പിറ്റലിൽ പോയി കാണും, ഉറപ്പാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളോട് പറയണ്ടേന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുക്കളയിൽ സാധനങ്ങൾ വെച്ച ജോസൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മൊബൈലും പിടിച്ചിരിക്കണ കണ്ട് അവൻ സംശയത്തോടെ ഒന്ന് മൂളുമ്പോഴേക്കും എന്താടാ മൂളുന്നേന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. രേവതിക്കുട്ടി അപ്പോഴേക്കും ഗ്രേസമ്മയോടായി പറയുന്നുണ്ട്, ആന്റി അവർക്ക് അബദ്ധം പറ്റിയെന്ന് ആന്റിയോട് അവർ പറയൂ, നാണക്കേടല്ലേ, അതുകൊണ്ടാ പറയാതിരുന്നത് എന്നവൾ പറയുമ്പോഴേക്കും പിന്നെ എങ്ങനെ അവര് മാനേജ് ചെയ്തെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം ഈ ഫോണിൽ കാണുമെന്ന് രേവതിക്കുട്ടി പറഞ്ഞുകൊണ്ട് കല്യാണം ഉടനെ നടത്തണമെന്ന് ജിജു ചേട്ടൻ നിർബന്ധിച്ചായിരുന്നുവെന്ന് രേവതിക്കുട്ടി ഗ്രേസമ്മയോടായി ചോദിക്കുന്നുണ്ട്. ഗ്രേസമ്മ എന്തോർത്തോണ്ട് ആ ചാറ്റ് ഏത് ഡേറ്റിലാണെന്ന് നോക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി അത് നോക്കിക്കൊണ്ട് 2019 ജനുവരി 21 എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഗ്രേസമ്മ ആ ഡേറ്റ് ഓർത്തെടുത്തോണ്ട് ശരിയാ അവൻ പറഞ്ഞായിരുന്നു,
അവളുടെ പഠിപ്പ് തീരും വരെ വെയിറ്റ് ചെയ്യണ്ട, കല്യാണം ഉടനെ നടത്തിയേക്കാമെന്ന്. ആ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലാ ഞാനും മാമച്ചായനും ജോമോനും കൂടെ ഷെറിന്റെ വീട്ടിൽ പോയത് എന്ന് ഗ്രേസ് അമ്മ ഓർത്തെടുത്ത് പറയുമ്പോഴേക്കും ഇപ്പൊ എല്ലാം കറക്റ്റ് അല്ലേ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അപ്പോ ഷെറിന്റെ വയറ്റില് ജോമോന്റെ കുഞ്ഞുണ്ടായിരുന്നു അല്ലേ എന്ന് ഗ്രേസ് അമ്മ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് നിർബന്ധിക്കില്ലല്ലോ എന്ന് രേവതിക്കുട്ടിയും. കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ആ ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചിലായിരുന്നു ജോമോന്റെ ആക്സിഡന്റ് എന്നോർത്ത് പറഞ്ഞോണ്ട് ഗ്രേസ് അമ്മ തളർച്ചയോടെ സോഫയിലേക്ക് ഇരിക്കുന്നുണ്ടേ. ഗ്രേസ് അമ്മ സങ്കടത്തോടെ അതെല്ലാം ഓർത്തെടുത്തോണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഹോസ്പിറ്റലില് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ അവൻ 4 ദിവസം കിടന്നു. അപ്പോഴൊക്കെ അവൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മി വിഷമിക്കണ്ടട്ടോ, നമുക്ക് അവനെ തിരിച്ചു കിട്ടുന്ന് കൂടെ കൂടെ പറഞ്ഞോണ്ട് പ്രാർത്ഥിച്ചും കരഞ്ഞും എന്ന് പറഞ്ഞോണ്ട് ഗ്രേസ് അമ്മ മുഖം പൊത്തി പൊട്ടിക്കരയുന്നുണ്ട്. രേവതിക്കുട്ടിയും ആകെ പരിഭ്രാന്തിയോടും ടെൻഷനോടും കൂടി ആന്റി കരയല്ലേന്ന് അവരെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഗ്രേസ് അമ്മ കരച്ചിൽ നിർത്തിക്കൊണ്ട് ഓരോന്നോർത്തു പറയുന്നുണ്ട്. പിന്നെ അവന്റെ ബോഡി ദേ ഇവിടെ കൊണ്ടുവച്ചപ്പോ അവൾ ഇവിടെ കിടന്ന് തല തല്ലി കരയായിരുന്നു. അപ്പോഴൊന്നും എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞോണ്ട് ഗ്രേസ് അമ്മ വീണ്ടും കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും മതി പറഞ്ഞത്, ഇനി ഞാൻ ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന ഗ്രേസ് അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.